ഓ സഹോദരന്മാരെ, അല്ലാഹുവിനെ തഖ്വ ചെയ്ത് ജീവിക്കുന്ന ആളുകൾക്ക് ദുനിയാവിൽ അല്ലാഹു തആല ഓഫർ ചെയ്ത ഒരു സംഗതിയാണത്. വമയ്യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജാ. മുത്തഖീങ്ങളായിട്ട് ജീവിക്കുന്നു, അവർക്കൊരു കുറവും വരാനില്ല. എല്ലാ വിഷയത്തിനും അല്ലാഹു അവർക്ക് പരിഹാരം നൽകും. വയർസുഖുഹു മിൻ ഹൈതു ലാ യഹ്തസിബ്. അവിചാരിത മാർഗത്തിലൂടെ അല്ലാഹു തആല അവർക്ക് നൽകേണ്ടതൊക്കെ നൽകും. അതേ, അതിന് തഖ്വയാണ് അടിസ്ഥാനം. ആ തഖ്വ വിട്ടേക്കരുത്, മുത്തഖീങ്ങളെ സ്വഭാവത്തിൽ നിന്ന് മാറിപ്പോകരുത്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, മുഅ്മിനായ മനുഷ്യന്റെ ഖൗഫ്. ഏത് രൂപത്തിലാണ് മുഅ്മിനായ മനുഷ്യന്റെ ഖൗഫ്? മുഅ്മിനായ മനുഷ്യനിൽ നിന്ന് എന്തെങ്കിലും ഒരു വൈകല്യം സംഭവിച്ചു പോയാൽ, മുഅ്മിനായ മനുഷ്യൻ അതേ ഒരു മലയുടെ താഴ്ഭാഗത്ത്, ഒരു മലയുടെ താഴ്വരയിലാണ് അവൻ ഇരിക്കുന്നത്. ആ മലയുടെ മുകളിൽ ഒരു പാറക്കല്ല്, വീഴാൻ പറ്റുന്ന പരുവത്തിൽ ഒരു പാറക്കല്ലുണ്ട്. ആ പാറക്കല്ല് എന്റെ മേല് വീണേക്കുമോ എന്ന ഒരു പേടിയോടെ മലയുടെ അടിയിൽ കഴിയുന്നവനെ പോലെയാണ് മുഅ്മിനായ മനുഷ്യൻ അവന്റെ വൈകല്യത്തെ കാണുന്നത്. സുബ്ഹാനല്ലാഹ്, മുത്തഖീങ്ങളെ ഖൗഫാണത്, മുത്തഖീങ്ങളുടെ ഭക്തിയാണത്. എന്തെങ്കിലും ഒരു വൈകല്യം സംഭവിച്ചു പോയാൽ അവരെ മനസ്സിലുള്ള പേടി, മുകളിൽ ഉള്ള പാറക്കല്ല് താഴെ വീണേക്കുമോ എന്ന പേടിയോടെ ഒരാൾ കഴിയുന്നത് പോലെയാണ് മുഅ്മിനായ മനുഷ്യൻ അവന്റെ ദുനൂബിനെ കാണുന്നത്. അതേ സമയത്ത് മുഅ്മിനല്ലാത്തവരോ, മൂക്കിന്റെ മേലെ ഒരു ഈച്ച വന്നിരിക്കുമ്പോ ആ ഈച്ചയെ തന്റെ വിരൽ കൊണ്ടൊന്ന് തട്ടിപ്പറത്തും പോലെയാണ്. അവന് ദോഷം ഒരു വിഷയമേ അല്ല, ഒരു വിഷയമേ അല്ല. അവന്റെ മനസ്സിൽ അതൊരു പ്രയാസമേ അല്ല. ഒരു ഈച്ചയെ കൈയിന്റെ വിരൽ കൊണ്ട് പറത്തിക്കും പോലെയാണ് വൈകല്യങ്ങൾ അവൻ കാണുന്നത്. മുഅ്മിനായ മനുഷ്യന്റെ ഖൗഫ്, മുത്തഖീങ്ങളുടെ ഖൗഫ് അങ്ങനെയാണ്. ഓ സഹോദരങ്ങളെ, ആ മുത്തഖീങ്ങൾക്ക്, നല്ല സൂക്ഷ്മതയോടെ ജീവിക്കുന്ന മുത്തഖീങ്ങൾക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല ഒരുപാട് അടയാളങ്ങൾ പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. ഒന്നും വിശദീകരിക്കാൻ നമ്മുടെ സമയം പര്യാപ്തമല്ല. തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം കഴിവിന്റെ പരമാവധി നമ്മൾ സൂക്ഷിച്ചെടുക്കണം. അല്ലാഹുവും അവന്റെ റസൂലും പറഞ്ഞ കൽപ്പനകൾ ജീവിതാവസാനം വരെ പാലിക്കാനുള്ള കഴിവ്, അതാണ് ഏറ്റവും വലിയ തഖ്വ എന്ന് പറയുന്നത്. അവസരങ്ങൾക്കനുസരിച്ച് മാറാതെ, എത്ര പുരോഗതികളും എത്ര സന്തോഷങ്ങളും വന്നാലും മാറാതെ അടിയുറച്ച് തന്നെ സൂക്ഷ്മതയിൽ മുന്നോട്ട് പോകുന്ന ഒരു സമ്പ്രദായമില്ലേ, അതാണ് ഏറ്റവും വലിയ തഖ്വയുടെ വിശുദ്ധി. ബഹുമാനപ്പെട്ട സയ്യിദത്തുനാ ബീവി സൗദ റളിയല്ലാഹു അൻഹാ ജീവിതത്തിൽ കാണിച്ച സൂക്ഷ്മത പോലെ ഉമ്മമാരെ, എത്ര സൗകര്യങ്ങൾ മുത്തുനബി തങ്ങൾക്ക് ശേഷം വന്നിട്ട്, എത്ര സംവിധാനങ്ങൾ അധികരിച്ചു വന്നിട്ടും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ കൽപ്പനയിൽ നിന്ന് അണു അളവ് മാറാതെ വഫാത്തിന്റെ സമയം വരെ കൊണ്ടു നടന്ന ശൈലിയില്ലേ, അതാണ് തഖ്വ. ആ തഖ്വക്കാണ് ഏറ്റവും വലിയ സ്ഥാനവും ബഹുമാനവും ഉള്ളത്. ആഖിറത്തിൽ കാണുമ്പോൾ, ആഖിറത്തിൽ ചിന്തിച്ചാൽ പേടിപ്പെടുത്തുന്ന സംഗതികള് ദുനിയാവിൽ സൂക്ഷിച്ച് ജീവിക്കുന്ന ആളാണല്ലേ മുത്തഖി എന്നതിനെ പറ്റി ഇമാം ബൈളാവി റളിയല്ലാഹു അൻഹു പറഞ്ഞത്. മുത്തഖി എന്ന് പറഞ്ഞാൽ ആരാണ്? മൻ യഖീ നഫ്സഹു അമ്മാ യദുറുഹു ഫിൽ ആഖിറ. മൻ യഖീ നഫ്സഹു, സ്വന്തം ശരീരത്തെ കാത്തു സൂക്ഷിക്കുന്നവൻ. അമ്മാ യദുറുഹു ഫിൽ ആഖിറ, പരലോകത്ത് ബുദ്ധിമുട്ടാക്കുന്ന സംഗതികൾ എന്തെല്ലാമുണ്ടോ ആ വിഷയങ്ങളിൽ നിന്നൊക്കെ സ്വന്തം ശരീരത്തെ കാത്തു സൂക്ഷിച്ച് ജീവിക്കുന്നവനാണ് യഥാർത്ഥ മുത്തഖി. പരലോകത്ത് ആ സംഗതി നമുക്ക് പ്രതികൂലമാകും, നമുക്കത് ശിക്ഷക്ക് കാരണമാകും. നമ്മുടെ മുന്നിൽ അത് ചോദ്യം ചെയ്താൽ നമ്മൾ വഷളായി പോകും, നമ്മൾ കുടുങ്ങിപ്പോകും. അത്തരത്തിലുള്ള ഏതേത് കാര്യങ്ങളുണ്ടോ, ചെറുതാകട്ടെ വലുതാകട്ടെ, അത് കാത്തു സൂക്ഷിച്ച് ജീവിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മെ പറ്റി ഒരു മുത്തഖി എന്ന് പറയുന്നത്. എത്രയാണ് തഖ്വ സ്വീകരിക്കേണ്ടത്? ഫത്തഖുല്ലാഹ മസ്തതഅതും. അല്ലാഹു തആല നമുക്കതിന്റെ അളവ് പറഞ്ഞു തന്നത് അങ്ങനെയാണ്. നിങ്ങൾക്ക് സാധിക്കുന്നതിന്റെ പരമാവധി തഖ്വ ചെയ്യണം. അപ്പൊ അതിന്റെ ഒരു അളവുണ്ടാവും. ആ അളവ് ഇല്ല എന്ന് പറയാൻ കഴിയൂല.
നമ്മുടെ സൗകര്യങ്ങളും സംവിധാനങ്ങളൊക്കെ വെച്ചിട്ട് അല്ലാഹു തആല പറയും, നിനക്ക് കഴിഞ്ഞിരുന്നു, പക്ഷെ നീ വേണ്ടാന്ന് വെച്ചതാണ്. നിന്നെ കൊണ്ട് കഴിഞ്ഞിരുന്നു അങ്ങനെ മുത്തഖിയായി ജീവിക്കാൻ, പക്ഷേ നീ അത് വേണ്ടാന്ന് വെച്ചപ്പോൾ നിന്റെ ജീവിതം താറുമാറായി, പല ഭാഗത്തേക്കും പോയി. തഖ്വയിൽ അധിഷ്ഠിതമായി മുന്നോട്ട് പോകാൻ നിനക്ക് കഴിഞ്ഞില്ല. നിനക്ക് സൗകര്യങ്ങൾ ഉണ്ടായിരുന്നു, സംവിധാനങ്ങൾ ഉണ്ടായിരുന്നു, അവസരങ്ങൾ ഉണ്ടായിരുന്നു, മുത്തഖിയായി ജീവിക്കാനുള്ള എല്ലാവിധ സൗകര്യങ്ങളും അല്ലാഹു തആല തന്നിരുന്നു. പക്ഷെ നീയായിട്ട് അത് വേണ്ടാന്ന് വെച്ചു. വേണ്ടാന്ന് വെക്കാനുള്ള കാരണം അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതുപോലെ സാധാരണ ഒരു മനുഷ്യന്റെ പരാജയത്തിലേക്ക് നയിക്കുന്ന വിഷയങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എണ്ണി പറഞ്ഞു. സലാസുൻ ഹുന്ന മുഹ്ലികാത്ത്, 3 കാര്യങ്ങൾ ഒരു മനുഷ്യനെ പരാജയത്തിലേക്ക് കൊണ്ടുപോകുന്ന കാര്യങ്ങളാണ്. ആ 3 എണ്ണവും ഒഴിവാക്കേണ്ടതാണ്. വസലാസുൻ മുൻജിയാത്ത്, 3 കാര്യങ്ങൾ മനുഷ്യനെ രക്ഷപ്പെടുത്തുന്ന കാര്യങ്ങളാണ്. അതേ മനുഷ്യനെ നശിപ്പിക്കുന്ന 3 കാര്യങ്ങൾ എന്ന് പറഞ്ഞപ്പോ തങ്ങൾ എണ്ണി പറഞ്ഞു, ശുഹുൻ മുതാഅ്, വിധേയപ്പെടുന്ന രീതിയിലുള്ള പിശുക്ക്. പലതിലുണ്ട് പിശുക്ക്. പിശുക്ക് പിശുക്ക് എന്ന് പറഞ്ഞാൽ സമ്പത്തിൽ മാത്രമുള്ള പിശുക്കല്ല, പിന്നെ വിവാദത്തില് ആരോഗ്യവും സൗകര്യവും സംവിധാനം ഒക്കെ ഉണ്ടായാലും പിശുക്ക് അല്ലേ? നിങ്ങൾ നോക്ക്, ജുമുഅ നിസ്കാരം കഴിഞ്ഞാൽ സുന്നത്ത് നിസ്കരിക്കാൻ എത്ര ആളുണ്ടാവും? ആരോഗ്യമില്ലാത്തതുകൊണ്ടാ, ഒഴിവില്ലാത്തതുകൊണ്ടാ, കഴിവില്ലാത്തതുകൊണ്ടാ നമ്മൾ പിശുക്കി. ഇനി സുന്നത്ത് നിസ്കരിക്കുകയാണെങ്കിൽ തന്നെ ഒരു അത്തഹിയാത്തൊക്കെ ചൊല്ലിയിട്ട്, ഒരു സ്വലാത്തൊക്കെ ഒന്ന് ചൊല്ലിയിട്ട്, ഒന്ന് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ എന്നൊരു ആലിന്റെ സുബേലുള്ള സ്വലാത്തല്ല നമുക്ക് പിശുക്ക്. ഇതാപ്പ റമളാൻ വരാൻ പോകുന്നു. റമളാനില് മുമ്പൊരാളോട് ചോദിച്ച പോലെ കഴിഞ്ഞ റമളാനില് ഏതെങ്കിലും തറാവീഹിന്റെ ഈ 2 റക്അത്തിൽ ഏതെങ്കിലും ഒരു റക്അത്തിൽ വജ്ജഹത്ത് ഓതിയെന്ന് ചോദിച്ചപ്പോ വജ്ജഹത്ത് ഓതാനും നേരം കിട്ടിയില്ല എന്ന് പറഞ്ഞു. വജ്ജഹത്തുമില്ല, ഹൗദുമില്ല, ബിസ്മി തൊട്ട് ആമീൻ വരെയുള്ള ഒരു ചെറിയ ഫാത്തിഹ. ആ ഫാത്തിഹ എങ്ങനെങ്കിലൊക്കെ തീർന്ന് റെഡി ആയപ്പോഴേക്ക് റുക്കുവിലെത്തി. റുക്കുവെന്ന് കിട്ടി റെഡി ആയപ്പോഴേക്ക് ഈത്തിദാലും സുജൂദൊക്കെ അങ്ങനെ വരിയായി വന്നു. അത്തഹിയാത്തുൽ മുബാറക്കാത്തു സ്വലവാത്തു ത്വയ്യിബാത്തു ലില്ലാ എന്ന് പറഞ്ഞപ്പോഴേക്ക് അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹ്, അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹ് എന്ന് പറഞ്ഞു. അപ്പൊ ഇയാളും അത്തഹിയാത്തൊക്കെ ഇമാം ഏറ്റെടുത്തോളുന്നത്, ഇയാളും വീട്ടിൽ അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹ്, അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹ്. ഇമാം അത്തഹിയാത്തൊന്നും ഏറ്റെടുക്കൂല. അത്തഹിയാത്ത് ഓതേണ്ട പോലെ ഓതണം. അതിലെന്തൊരു പിശുക്കാണ്. ഒരു കാമിലായ സുന്നത്ത് നിസ്കാരം നിസ്കരിക്കാൻ കിട്ടുന്നോ നമ്മളെ? ഇല്ല. ജനാസ നിസ്കാരത്തിൽ ഇമാമത്ത് നിൽക്കുന്ന ഒരാള് ഔദ് ഓതിയപ്പോ ഒരാള് ബാക്കിൽ നിന്ന് ഭയങ്കര ചർച്ചയാക്കി. മയ്യത്ത് നിസ്കാരത്തിൽ ഏറ്റവും പെട്ടെന്ന് നിസ്കരിച്ചാണ് പെട്ടെന്ന് സംഗതി സലാമത്താക്കേണ്ടടുത്ത് ഔദ് ഓതാണോ? ഔദ് ഓതൊരു സുന്നത്താണ്. വജ്ജഹത്ത് മയ്യത്ത് നിസ്കാരത്തിൽ ഇല്ല. ഔദ് സുന്നത്തുണ്ട്. ആ സുന്നത്ത് ഒഴിവാക്കാൻ വേണ്ടത്. അപ്പൊ ഇമാമ പറഞ്ഞു, ഔദ് മാത്രല്ല സുന്നത്ത്, രണ്ടാമത്തെ തക്ബീറിന് ശേഷം അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു എന്ന് പറഞ്ഞാ നീണ്ട ദുആ, അത് നടത്തുന്നതിന് മുമ്പ് ഒരു സ്വലുണ്ട്, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ എന്ന്. ഹംദ് കഴിഞ്ഞാ പിന്നെ അടുത്ത സ്വലാത്ത്. ഈ സ്വലാത്ത് ചെല്ലുന്നതിന്റെ മുമ്പ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നൊരു ഹംദ് അല്ലൊരു സുന്നത്തുണ്ട്. ആ സ്വലാത്ത് ചൊല്ലുമ്പോ തന്നെ അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം സലാമും കൂട്ടി പറയൽ സുന്നത്തുണ്ട് മയ്യത്ത് നിസ്കാരത്തിന്റെ സ്വലാത്തിൽ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് എന്നല്ല, അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം സലാമും കൂട്ടി ചെല്ലൽ. ആ സ്വലാത്ത് കഴിഞ്ഞാലോ അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് എന്നൊരു ചെറിയ ദുആ, വിശാലാർത്ഥമുള്ള ചെറിയൊരു ദുആ സ്വലാത്തിന്റെ ശേഷം ദ്വാരക്കൽ സുന്നത്ത്. ഈ സുന്നത്തുകളൊക്കെ പാലിച്ച് നിസ്കരിക്കുന്ന മയ്യത്ത് നിസ്കാരത്തിനല്ലേ കൂടുതലും മഹത്വം സ്വീകാര്യത ഉണ്ടാകുക. വേഗം കൊണ്ട് തടി സലാമത്താക്കിയാൽ മതി. അല്ലാഹുമ്മ ഗ്ഫിർ ലഹു, അല്ലാഹുമ്മ ഗ്ഫിർ ലഹു, അല്ലാഹു അക്ബർ, റബ്ബനാ ആതിനാ ഫിദ് ദുനിയ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി മതിയാ. ഇയാൾ എങ്ങനെങ്കിലും വേഗം കൊണ്ടുപോയിക്കണം എന്നുള്ള പൂർണാർത്ഥത്തിൽ നിർവഹിക്കേണ്ടതാണ് സുന്നത്ത് എന്ന് പറഞ്ഞത്. അത് പിശുക്കാൻ പാടില്ല. ഹസ്സിനൂ നവാഫിലക്കും, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, നിങ്ങൾ നിർവഹിക്കുന്ന സുന്നത്തുകളെ ഭംഗിയാക്കി നിർവഹിക്കണം. ഫബിഹാ തുക്മലു ഫറായിദുക്കും, നിങ്ങളെ ഫർളുകൾക്കുള്ള പൂർത്തീകരണം നൽകപ്പെടുന്നത് സുന്നത്ത് കൊണ്ടാണ്. അതിന് സുന്നത്തായിട്ടില്ലെങ്കിൽ പിന്നെ ഇത് പൂരിപ്പിക്കാൻ പറ്റുമോ?
ഫർളിന്റെ വീഴ്ച പരിഹരിക്കാനുള്ളതാണ് സുന്നത്ത്. സുന്നത്ത് തന്നെ വീഴ്ചകൾ ഇത്രയും നിറഞ്ഞതാണെങ്കിൽ സുന്നത്ത് നല്ല ശ്രദ്ധയോടെ ചെയ്യണം. പിശിക്കരുത്. ശുഹുൻ മുതാഅ്, വിധേയപ്പെടുന്ന തരത്തിലുള്ള പിശുക്ക് മനുഷ്യനെ നശിപ്പിക്കുന്ന ഒന്നാണ്. രണ്ടാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഹവൻ മുത്തബഅ്, പിന്തുടരപ്പെടുന്ന ഇച്ഛ, മനസ്സിൽ തോന്നുന്ന ഇച്ഛ ശരിയാണോ അല്ലേ എന്നൊരു വിലയിരുത്തണം. ദീന് അനുകൂലമായി തരുന്നതാണോ അല്ലേ എന്ന് നോക്കണം. ദീന് അനുകൂലം പറയുന്നതാണെങ്കിൽ നമ്മളത് എടുക്കണം, നിർവഹിക്കണം. അല്ലേ ദീന് എതിർക്കുന്നതാണോ എന്നാൽ രണ്ട് കൈയും വെച്ചത് വിട്ടേക്കണം. അത് വേണ്ടാന്ന് തീരുമാനിക്കണം. മനസ്സിന്റെ താല്പര്യം അങ്ങോട്ട് കളയണം. എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹം തോന്നുന്നുണ്ട്. ഞാൻ ഒരു ഉദാഹരണം പറയുന്നില്ല. ഒരു ഉദാഹരണം പറഞ്ഞാൽ ഒരുപാട് ഉദാഹരണങ്ങളിലേക്ക് കടക്കേണ്ടി വരും. ഒരു ഉദാഹരണം പറയുന്നില്ല. കല്യാണവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആളുകൾക്ക് പല ആഗ്രഹങ്ങളുണ്ട്. പക്ഷേ ഏത് ആഗ്രഹവും നിന്റെ മനസ്സിൽ മുളച്ചു പൊന്തുമ്പോ നീ ആദ്യം ചിന്തിക്കണം, ശരീഅത്ത് അനുവദിച്ചതാണോ അല്ലേ. അത് ശർഇന്റെ മീസാന് വെച്ചുകൊണ്ട് നീ തൂക്കണം. ശരീഅത്ത് അനുവദിച്ചതല്ല എന്നാണോ നിനക്ക് ബോധ്യമാകുന്നത്, എന്നാൽ അതിനെ വലിച്ചെറിഞ്ഞേക്കണം. ആ ഹവ വേണ്ട, ആ ഇച്ഛ വേണ്ട. അതിനോട് പിന്തുടർന്നു പോയാൽ വരുന്നത് നാശമാണ്. മൂന്നാമതായി തങ്ങൾ പറഞ്ഞു, ഇജാബുൽ മർഇ ബിനഫ്സിഹി, സ്വയം ഒരാൾക്ക് അവൻ വലുപ്പമുള്ള ആളാണ്, വലിയ ആളാണ്, തിരക്കേടില്ലാത്ത ആളാണ് എന്ന് തോന്നിപ്പോക. നഊദു ബില്ലാഹ്. മുത്തഖീങ്ങൾക്ക് അങ്ങനെ തോന്നാൻ അവസരമില്ല. മുത്തഖീങ്ങൾക്ക് ഉണ്ടാകുന്ന സ്വഭാവങ്ങളിൽ ഏറ്റവും നല്ലൊരു സ്വഭാവമാണ് തവാളുഅ്. തവാളുഅ് എന്ന് പറഞ്ഞാൽ, പടച്ചോനെ, ഞാൻ നിന്റെ സൃഷ്ടികളിൽ ഏറ്റവും ചെറിയ ആളാണ്. നീ എനിക്ക് തന്ന കഴിവ് വലിയ കഴിവാണ്. പക്ഷേ നിന്റെ സൃഷ്ടികളിൽ എന്നെക്കാളും കഴിവുള്ള ധാരാളം ആളുകളുണ്ട്, സ്ഥാനമാനങ്ങളും ഉള്ളവരുണ്ട്, വൈകല്യം നിറഞ്ഞവനാണ്. തവാളുഇന്റെ വിനയത്തിന്റെ ചിന്തയാണല്ലോ മുത്തഖീങ്ങളുടെ സ്വഭാവത്തിൽ പ്രധാനമായും ഉള്ളത്. ഇന്ന തവാളുഅ മിൻ ഖിസാലിൽ മുത്തഖി വബിഹി തഖിയു ഇലൽ മഅലി യർതഖി. വിനയം എന്ന് പറയുന്നത് അത് മുത്തഖീങ്ങൾക്കുള്ള സ്വഭാവങ്ങളിൽ പ്രധാനപ്പെട്ടതാണ്. തഖ്വയുള്ള മനുഷ്യൻ ഉയരങ്ങളിലേക്ക് കയറുന്നത്, ഉയരങ്ങളിലേക്ക് ഉയരുന്നത് അത് തവാളു കൊണ്ടാണ് എന്ന് മഹാന്മാര് പഠിപ്പിച്ചില്ലേ. ആ തവാളു ആണ് ജീവിതത്തിൽ സ്വീകരിക്കേണ്ടത്. ഞാൻ വലിയ ആളാണ് എന്നുള്ള ചിന്ത ആദ്യം വന്നത് ഇബ്ലീസിനാണ്. അതുകൊണ്ടല്ലേ അവൻ ആദ്യമായിട്ട് അനാനിയത്ത് പറഞ്ഞത്. അന ഖൈറും മിൻഹു ഖലഖതനി മിൻ നാരിൻ വഖലഖതഹു മിൻ തീൻ. ഞാനാണ് ആദം അലൈഹിസ്സലാമിനെക്കാളും ഉത്തമൻ, ഞാനാണ്, എനിക്കാണ് മഹത്വമുള്ളത് എന്നല്ലേ അവൻ ആദ്യം പറഞ്ഞത്. അവനെ പൊക്കിയായിട്ടവൻ മാറിയപ്പോ എല്ലാ അർത്ഥത്തിലും അവൻ ശപിക്കപ്പെട്ടവനായി. ചെറിയ ഒരു ശാപമല്ല അവന് കിട്ടിയത്. വ ഇന്ന അലൈക ലഅനതി ഇലാ യൗമിദ്ദീൻ. മരിച്ചാലും തീരാത്ത ലഅനത്താണ് ഇബ്ലീസിന് അല്ലാഹു ലഅനത്ത് ചെയ്തത്. ഒന്നാമത്തെ ഊത്തോടുകൂടെ ഇബ്ലീസും മരിക്കും. പക്ഷെ ലഅനത്ത് തീരുന്നില്ല. ലഅനത്ത് ഏതുവരെയാണ്? ഇലാ യൗമിദ്ദീൻ, പുനരുദ്ധാരണ ദിവസം വരെ അല്ലാഹുവിന്റെ ലഅനത്തുണ്ട്. മരിച്ചിട്ടും തീരുന്നില്ല. ഓൻ പുനർജനിക്കുമ്പോൾ അല്ലാഹുവിന്റെ ലഅനത്ത് കിട്ടും. അത്രയും വലിയ ലഅനത്താണ് ഓന്റെ ആ തന്നെ പൊക്കിക്കൊണ്ട് കിട്ടിയത്. ആ ഉൾനാട്യം, ആ അഹംഭാവം വേണ്ട. ഇത് മൂന്നും നാശത്തിലേക്ക് കൊണ്ടുപോകുന്ന കാര്യങ്ങളാണ്. രക്ഷപ്പെടുത്തുന്ന മൂന്ന് കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ എണ്ണി പറഞ്ഞു. ഫൽ അദ്ലു ഫിദ്ദിലാ വൽ ഗളബ്. തൃപ്തി വരുന്ന സമയത്താണെങ്കിലും കോപം വരുന്ന സമയത്താണെങ്കിലും ശരിയായ വർത്തമാനം പറയാം. അത് രക്ഷപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. ദേഷ്യം പിടിക്കുമ്പോഴാണെങ്കിലും ഓൻ പറഞ്ഞ് കറക്റ്റേ പറഞ്ഞിട്ടുള്ളൂ, അപ്പുറൊന്നും പരിധി വിട്ട് പറഞ്ഞിട്ടില്ല. തൃപ്തിയുള്ള സംഗതിയാണെങ്കിലും അപ്പോഴും ഓവറാക്കി പറഞ്ഞിട്ടില്ല, ഭാഗത്തിനെ പറഞ്ഞിട്ടുള്ളൂ. ദാരിദ്ര്യത്തിലും സമ്പാദ്യത്തിന്റെ സമയത്തും മിതമായ രൂപത്തിലുള്ള ചെലവ് ചെയ്യല് അത് മനുഷ്യനെ രക്ഷപ്പെടുത്തുന്ന സ്വഭാവമാണ്. ഇഖ്തിസാദു ഫിൽ ഫഖ്രി വൽ ഗിനാ, മിതമായ നിലക്കുള്ള ചെലവ് ചെയ്യുന്ന സ്വഭാവം. അല്ലാഹു തആല അവനങ്ങ് ഐശ്വര്യം ഏറെ കൊടുത്തപ്പോ
കയ്യും കണക്കുമില്ലാത്ത രീതിയിൽ പ്രൗഢി നടിച്ചുകൊണ്ട് ചെലവഴിച്ച ആളല്ലേ ഖാറൂൻ. പരിധി വിട്ട് ചെലവഴിച്ചപ്പോ അത്യാവശ്യത്തിനുള്ളതിലേക്കൊന്നും ഒന്നും കൊടുക്കാതെ അഹങ്കരിച്ച് ചെലവഴിച്ചപ്പോ അവനെയും അവന്റെ കൊട്ടാരത്തെയും അല്ലാഹു തആല ഭൂമിയിലേക്ക് താഴ്ത്തി കളഞ്ഞില്ലേ? അവന്റെ സമ്പത്ത് കൊണ്ട് ആർക്കെങ്കിലും ഒരാൾക്കൊരു ഉപകാരം വരണ്ടാന്ന് കരുതിയിട്ട് കോടിക്കണക്കിന് സൂക്ഷിച്ച കൊട്ടാരത്തെയും ഭൂമിയിലേക്ക് അല്ലാഹു ആഴ്ത്തിയില്ലേ? ഫഖസഫ്നാ ബിഹി വബിദാരിഹിൽ അർളാ. ദാരിദ്ര്യ സമയത്തും ഐശ്വര്യ സമയത്തും മിതമായ രീതിയിലുള്ള ചെലവ് ചെയ്യൽ. വിശദീകരിക്കാനുണ്ട്, സമയം മതിയാകൂല. വഖശിയത്തുല്ലാഹി അസ്സ വജല്ല ഫിസ്സിർരി വൽ അലാനിയ. രഹസ്യത്തിലും പരസ്യത്തിലും അല്ലാഹുവിനെ പേടിച്ചുകൊണ്ട് ജീവിക്കുക. അതൊരു മനുഷ്യനെ രക്ഷപ്പെടുത്തുന്ന 3 വിഷയങ്ങൾ എണ്ണിപ്പറഞ്ഞപ്പോ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിപ്പറഞ്ഞ 3ാമത്തെ കാര്യമാണ് ഖശിയത്തുല്ലാഹി ഫിസ്സിർരി വൽ അലാനിയ. സ്വകാര്യത്തിലും അതുപോലെ തന്നെ ഒറ്റക്കാണെങ്കിലും പരസ്യമായിട്ടാണെങ്കിലും പടച്ചവനെ പേടിക്കുക. അതൊരു പ്രധാനപ്പെട്ട സംഗതിയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല ഇതൊക്കെ പാലിച്ച് തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കാൻ അല്ലാഹു നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. മുത്തഖീങ്ങളിൽ അല്ലാഹു തആല നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു സവാജിറിൽ കൊണ്ടുവന്ന ഒരു സംഭവം, ചെറിയ ഒരു സംഭവം ബർക്കത്തിന് വേണ്ടി പറഞ്ഞ് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ മജ്ലിസ് നല്ല സദസ്സായി അല്ലാഹു നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാകട്ടെ. നല്ല റാഹത്തുള്ള സമയമാണ്. നല്ല മഴയൊക്കെ കിട്ടിയില്ലേ അല്ലേ? ഒരു തരി പോലും ചൂടില്ല. എന്തൊരു സന്തോഷം. മറ്റേ ചൂട് കൂടുതലാണ്, അവിടെയൊക്കെ ഫാൻ ഫിറ്റ് ചെയ്യണ്ട, ഒന്നും ആവശ്യമില്ല. നല്ല റാഹത്തിൽ നല്ല കുളിർമുള്ള സമയം അല്ലേ? മഴ പെയ്തിട്ട് നിങ്ങൾ ബുദ്ധിമുട്ടായില്ലല്ലോ? ഇല്ല, ബുദ്ധിമുട്ടൊന്നുമില്ല. അല്ലാഹു തആല നമുക്ക് അനുകൂലമായ അവസ്ഥയിലാക്കി തരട്ടെ. നിങ്ങൾ നോക്ക്, അബ്ദുല്ലാഹി ബിൻ സൈദ് റളിയല്ലാഹു അൻഹു പറയാണ്, സ്വഹാബിമാരിൽ ഒരു മഹാനാണ് അബ്ദുല്ലാഹി ബിൻ സൈദ് റളിയല്ലാഹു അൻഹു. മഹാനവർകൾ പറയുന്നു, ഞാൻ മഖ്ബറയുടെ അടുത്തുകൂടെ പോകുമ്പോ, മഖ്ബറയുടെ അടുത്തുകൂടെ ഒരു ഖബർസ്ഥാന്റെ അടുത്തുകൂടെ പോകുമ്പോ ഒരു ഖബറിൽ നിന്നൊരു മനുഷ്യനെ പുറത്തേക്ക് വലിച്ചിട്ടുന്നു. ആ മനുഷ്യന്റെ ശരീരത്തിൽ മുഴുവനും അതാ ചെങ്ങല ചുറ്റിക്കളഞ്ഞിട്ടുണ്ട്. ചെങ്ങലയിൽ ബന്ധിതനായ ഈ മനുഷ്യനെ അതാ ഉള്ളിലേക്ക് വീണ്ടും വീണ്ടും വലിച്ചു കൊണ്ടുപോകുന്നു. പിന്നാലെ നിന്നിട്ടൊരാള് വലിക്കുന്നുണ്ട്. രക്ഷപ്പെടാൻ വേണ്ടി പുറത്തേക്ക് വന്ന ഈ മനുഷ്യൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ ഖബറിലേക്ക് തന്നെ വീണ്ടും അദ്ദേഹത്തെ വലിച്ചേച്ചു കൊണ്ടുപോയി. ആ മനുഷ്യനെ അടിക്കുന്ന ശബ്ദം പുറത്ത് വെച്ച് ഞാൻ കേൾക്കുന്നുണ്ട്. ആ മനുഷ്യൻ ചോദിക്കുന്നുണ്ട്, അലം അകുൻ ഉസല്ലി, ഞാൻ നിസ്കരിക്കുന്നവനായിരുന്നില്ലയോ? അലം അകുൻ അഗ്തസിലു മിനൽ ജനാബ, ഞാൻ ജനാബത്തിൽ നിന്ന് കുളിക്കാറുണ്ടല്ലോ, കുളിക്കുന്നവനായിട്ടില്ലേ? അലം അകുൻ നസൂമു, ഞാൻ നോമ്പ് നോൽക്കുന്നവനായിട്ടില്ലേ? ജീവിതത്തിൽ ചെയ്ത സുഹൃതങ്ങൾ ഓരോന്നും ഓരോന്നും എണ്ണി 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 പറയുന്നു. പക്ഷേ അപ്പുറത്ത് അടിക്കുന്ന ആളെ മറുപടി, ബലാ, അതെ, നീ നിസ്കരിച്ചിരുന്നു, നോമ്പ് നോറ്റിരുന്നു, പലതും ചെയ്തിരുന്നു. പക്ഷേ വലാകിന്നക കുന്ത ഇദാ ഖലൗത ബിൽ മആസി ലം തുറാഖിബില്ലാഹ തആല, ഒറ്റക്ക് ദോഷം ചെയ്യുന്ന സമയത്ത് അല്ലാഹു നിന്നെ നോക്കുന്നുണ്ട് എന്നൊരു ചിന്ത, അല്ലാഹു നിന്നെ നിരീക്ഷിക്കുന്നുണ്ട് എന്നൊരു ചിന്ത നിനക്ക് വന്നില്ലല്ലോ. ഒറ്റക്ക് ദോഷം ചെയ്യുന്നത്, അതേ മുഅ്മിനീങ്ങളെ, ഓരോ റൂമിലും ഇപ്പൊ ഏതാ ഒറ്റക്ക് ഉപകരണങ്ങളെയും സമീപിച്ച് ദോഷം ചെയ്യുന്ന ആളുകൾ എത്ര അധികമാണെന്നറിയുമോ? അന്തിപ്പാതിര നേരം വരെ 2 മണി 3 മണി സമയം വരെ ഉപകരണങ്ങളിലൂടെ ചാറ്റിംഗ് നടത്തി അന്യപെണ്ണിന്റെ ശരീരങ്ങൾ കണ്ട് അന്യപെണ്ണുങ്ങളോട് സംസാരിച്ച് ജീവിതത്തിൽ അതൊരു ഹോബിയാണെന്ന് മനസ്സിലാക്കി തികഞ്ഞ ഹറാമുമായി കഴിഞ്ഞുകൂടുന്നവര് ശരിക്കൊന്ന് ആലോചിക്കണേ. അതേ രൂപത്തിലുള്ള ഓരോ സന്ദർഭത്തിലും അല്ലാഹുവിന്റെ നിരീക്ഷണമുണ്ട്. ഇന്നല്ലാഹ കാന അലൈക്കും റഖീബാ, അല്ലാഹു എപ്പോഴും നിരീക്ഷിക്കുന്നവനാണ്. ഒരു സമയവും അതിന് ഒഴിവില്ലല്ലോ, ഒരു സ്ഥലവും അതിന് ഒഴിവില്ലല്ലോ.
ആ ഒരു നിലക്കുള്ള നല്ലൊരു ചിന്ത മുത്തഖീങ്ങളെ മനസ്സിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കേണ്ട ചിന്തയാണ്. ആ നിലക്ക് ചിന്തിച്ച് തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിക്കണമെന്ന് എന്നോടും നിങ്ങളോടും ചെറിയ രൂപത്തിൽ ഒന്ന് ഉപദേശിച്ച് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ മജ്‌ലിസ് ഖബൂൽ ചെയ്യുമാറാകട്ടെ.